അതുപോലെ ഞാൻ നിങ്ങളുടെ എല്ലാം പറയുകയാണ്, ഈ വേലത്തരങ്ങൾ പലരും പറഞ്ഞു തരും, ജീവനക്കാരോട് പറയുന്നതാണ്. ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കും KSRTC. അതിന് ചില വേലകൾ കാണിച്ചോ നമുക്ക് ചില മാനേജ്മെൻറ്റിനെ പേടിപ്പിക്കാം എന്നൊരു പറയും. അതിൻ്റെ ഉദാഹരണം, വണ്ടി ക്യാൻസൽ ചെയ്യുക. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നും മൂകാംബികയ്ക്ക് പോയ വണ്ടി ആരോടും ചോദിക്കാതെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വാസവൻ മിനിസ്റ്റർ വിളിച്ചു കോട്ടയത്ത് നിന്ന്. രാത്രി 9 പേര് ആ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന്. അവരെ അറിയിച്ചതേയില്ല വണ്ടി വരുത്തില്ല എന്നുള്ള കാര്യം. ഇന്നലെ പിറവത്തുനിന്ന് പോയൊരു വണ്ടി പാലക്കാടേക്ക് പോയി. വണ്ടി ക്യാൻസൽ ചെയ്ത് മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആരെയും അറിയിച്ചില്ല. അറിയിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ 2 പേരെയും അങ്ങ് സസ്പെൻഡ് ചെയ്യുക. കൊട്ടാരക്കര ഉള്ളതിനെയും ആരെയാണെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ വേലയെന്ന് വെച്ചാൽ ക്ലറിക്കൽ സ്റ്റാഫിന്, ഡെയിലി ബേസിൽ വരുന്ന ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചതുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പേടിപ്പിക്കാം എന്ന പരിപാടിയാണ്. പേടിപ്പിക്കാൻ വന്നവർ ആദ്യം വെളിയിൽ, പേടിപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവർ വെളിയിലാണ്. ഒരു സംശയമല്ലേ, 2 പേരെയും പിറവത്തെ ആളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരക്കര ആളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 9 യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മൂകാംബികയ്ക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനത്തിനായി കാത്ത് കോട്ടയത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ വിളിച്ച് പരാതി പറഞ്ഞാണ്. അവരെ അറിയിക്കണം വണ്ടി ഇന്ന് വരത്തില്ല എന്ന് നേരത്തെ റിസർവ് ചെയ്ത് അറിയിച്ചാൽ അവർ അത് ട്രെയിനിലോ മറ്റു മാർഗ്ഗങ്ങളോ അവർ സ്വീകരിക്കും. അറിയിക്കാതെ സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. ഇന്നലെ ഇതുപോലെ തന്നെ പിറവത്തുനിന്ന് പോയ വണ്ടി കാത്ത് എല്ലാ ബസ് സ്റ്റേഷനുകളും തൃശ്ശൂർ കയറാതെ പോകുന്നൊരു വണ്ടിയാണ്. അങ്കമാലി, ആലുവ എല്ലാ ഭാഗത്തും കാത്തു നിന്ന യാത്രക്കാരിൽ നിന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. ആ നിലപാടൊന്നും സംശയമൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മറ്റവരെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ സമരമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണി തരും എന്നുള്ളതാണ്. പണി തന്നാൽ പണിക്ക് തിരിച്ചും കിട്ടും. പണി തന്ന ആൾ മാത്രമേ കുടുങ്ങിയുള്ളൂ. അല്ല തരാൻ പറയട്ടെ, നീ പണി കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇതിനകത്ത് വിട്ടില്ല. പണി തന്ന 2 പേർ, ഒന്ന് കൊട്ടാരക്കരയിലും ഒന്ന് പിറവത്തും കുടുങ്ങിയിട്ടുണ്ട്. 2 പേരെയും സസ്പെൻഡ് ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ല ഒളിച്ചും പാത്തുമൊന്നുമല്ല. ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാകാമെന്ന് വിചാരിക്കുമ്പോൾ ഞുണുക്ക് വേലകളും കൊണ്ട് ഇറങ്ങാതിരിക്കുക എന്നെനിക്ക് പറയാം. അത് വേണ്ട. ഇത് നന്നാവട്ടെ. ജനങ്ങൾ സ്നേഹത്തോടെ, ജീവനക്കാരെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും സ്നേഹത്തോടെ അഭിമാനത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കുത്തിത്തിരിപ്പ് പരിപാടികളുമായിട്ട് വരരുത്. അതൊരു കാരണവശാലും അംഗീകരിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകനോടും കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റുമെന്ന് എന്നോട് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ലെന്നാണ് പറഞ്ഞത്. എന്നോടൊരു മാധ്യമ പ്രവർത്തകൻ 24 റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, കള്ളു കുടിച്ചതിൻ്റെ പേരിൽ വണ്ടി കയറ്റാതിരിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തെറ്റുണ്ടോ? ഇപ്പോൾ പോക്കറ്റ് അടിക്കാരൻ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. ഒരു കള്ളുകൂടിയും കയറി ഒരു ഇരിക്കുന്ന യാത്രക്കാരൻ്റെ തോളിൽ കൂടെ കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അസഭ്യം പറയുകയോ ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അതിന് തിരിച്ചടിയും ബഹളവും പിടിച്ചിറക്കലും ഒന്നും പാടില്ല എന്ന് പറയും. നേരെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടോളാം കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരോടും കള്ളു കുടിച്ച് വരുന്നവരെ വണ്ടി കയറ്റെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. KSRTCയുടെ മാനുവലിൽ ഇന്നുണ്ടാക്കിയതല്ല, ഗണേഷ് കുമാർ ഉണ്ടാക്കിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ KSRTC മാനുവലിൽ കള്ളു കുടിച്ച അബോധാവസ്ഥ വരുന്നവരെ വണ്ടി കൊണ്ടുപോരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, നിയമത്തിൽ അങ്ങനെയുണ്ട്. KSRTC മാനുവലിൽ ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നുള്ള ഭാഗം വിടുക, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിലൊരു ന്യായമുണ്ട്. കള്ളു കുടിച്ച് വരുന്നവനെ അവർ തെറ്റല്ല പറഞ്ഞത്. കള്ളു കുടിച്ച് വരുന്നവരെ വണ്ടി കയറ്റിക്കൊണ്ട് പോരുമെന്ന് KSRTCയുടെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകൻ കള്ളു കുടിച്ച് വന്നാൽ കയറ്റില്ല. കള്ളു കുടിച്ചുകൊണ്ട് വന്നാലും കയറ്റും. കാരണം തരുന്ന കാശാണല്ലോ, തരുന്ന കാശാണ്. പിന്നെ സർക്കാർ ബിവറേജസിൽ നിന്ന് വിൽക്കുന്ന മദ്യമാണ് അടിച്ചിരിക്കുന്നത്. എനിക്കൊന്നും പറയാനൊക്കത്തില്ല, അത് ഞാൻ പറയത്തില്ല. പക്ഷേ വണ്ടി കയറിയാൽ മര്യാദയ്ക്ക് ഇരിക്കണം. അവിടെ സ്ത്രീകളെ ശല്യം ചെയ്യുകയോ സഹയാത്രികരെ ശല്യം ചെയ്യുകയോ കണ്ടക്ടറെ ഡ്രൈവറെ ഉപദ്രവിക്കുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാൻ കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഡ്രൈവർമാർക്കും. അത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു കുഴപ്പമില്ല. പോലീസിൽ ഏൽപ്പിക്കുക, പോവുക. ബ്രത്ത് അനലൈസറും പരിശോധനയൊക്കെ പോലീസ് നോക്കിക്കോളും. പോലീസ് സ്റ്റേഷനിലെത്തുക, പോലീസുകാർ നോക്കിക്കോളും. അവരെ ജോലിയാണത്.